ഇനി ചില മാധ്യമ നിരീക്ഷണങ്ങൾ ശ്രദ്ധിക്കൂ. കണ്ണൂരിൽ കോട്ടകെട്ടി മറ്റു ജനാധിപത്യ ശക്തികളെ വേരൂന്നാൻ അനുവദിക്കാതെ CPM എന്താണ് നേടുന്നത്? കൊലപാതക രാഷ്ട്രീയം കൊണ്ട് കണ്ണൂരിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ടും കൊലപാതക രാഷ്ട്രീയം കണ്ണൂരിൽ അനുസ്യൂതം തുടരുന്നു. എന്തുകൊണ്ടായിരിക്കാം? കാരണം വളരെ ലളിതമാണ്. കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എളുപ്പമാണ്. സ്വന്തം വീട്ടിൽ അമ്മയോടോ അനുജനോടോ അച്ഛനോടോ പോയി കൊല്ലാനും ചാവാനും പറയാൻ ഈ നേതാക്കൾ തയ്യാറാകുമോ? രക്തസാക്ഷിക്കും ബലിദാനിക്കും വേണ്ടി ഫണ്ട് പിരിച്ചും രക്തസാക്ഷിക്കും ബലിദാനിക്കും സ്മാരകങ്ങൾ ഉയർത്തിയും രക്തസാക്ഷി ബലിദാനി ദിനമാചരിച്ചും രക്തസാക്ഷികളെപ്പറ്റിയും ബലിദാനികളെപ്പറ്റിയും ഓർമ്മിപ്പിച്ചുകൊണ്ടും നേതാക്കൾ അണികളെ ജാഗരൂകരാക്കുന്നുമുണ്ട്. ഇവർ ആരൊക്കെയാണ് എന്നും പ്രേക്ഷകർ അറിയണം. ഓട്ടോറിക്ഷ ഡ്രൈവർ, ലോറി ക്ലീനർ, കൂലിപ്പണിക്കാരൻ, ചുമട്ടുതൊഴിലാളി, ടാക്സി ഡ്രൈവർ, ഇങ്ങനെ അധ്വാനിച്ച് അന്നന്നത്തെ അപ്പം കണ്ടെത്തുന്നവർ, നിർധനർ, കുടുംബഭാരം ചുമലിലുള്ളവർ. ഒരു പാർട്ടിയുടെയും അനിഷേധ്യരായ നേതാക്കന്മാരായിരുന്നില്ല ഇവരൊന്നും. ഒരു പാർട്ടിയുടെയും നയമുണ്ടാക്കലിൽ ഇവർക്ക് പങ്കുമുണ്ടായിരുന്നില്ല. നേതാക്കന്മാരെ പോലെ രാഷ്ട്രീയം ഇവരുടെ ഉപജീവന മാർഗവും ആയിരുന്നില്ല. ഒന്നോ രണ്ടോ പേർ മാത്രമാണ് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളുടെ താഴെത്തട്ടിലുള്ള ചെറിയ ഭാരവാഹികൾ. മറ്റുള്ളവർ അങ്ങ് താഴെയുള്ള സാധാരണ അനുഭാവികൾ. ഇനിയും ഇനിയും ഇത്തരക്കാരുണ്ടാകേണ്ടതിന്റെ ആവശ്യം അവർക്ക് ബോധ്യമാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴും പ്രേക്ഷകർ ഒരു കാര്യം ഓർമ്മിക്കുക: നമ്മുടെ സമുന്നത നേതാക്കളുടെ ഉറ്റബന്ധുക്കളൊന്നും കൊലപാതകികൾ ആകാത്തതുപോലെ തന്നെ രക്തസാക്ഷികളോ ബലിദാനികളോ ആകുന്നില്ല. സ്വന്തം വീടും മക്കളും ബന്ധുക്കളും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ കൊലപാതകങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകുന്നത്. സ്വന്തം മക്കളെ ഉന്നത പഠനത്തിന് വിദേശത്തടക്കം അയക്കും. സ്വന്തം മക്കൾക്ക് നല്ല ജോലി സമ്പാദിച്ചു നൽകും. സ്വന്തം ഭാര്യയെയും ഉറ്റ ബന്ധുക്കളെയും സുരക്ഷിതമായി താമസിപ്പിക്കും. വസ്തുവും വീടും കാറും അങ്ങനെ ജീവിതത്തിലെ എല്ലാ ആഡംബരങ്ങളും സമ്പാദിക്കും. എന്നിട്ട് താഴെത്തട്ടിലുള്ള ദരിദ്രനാരായണന്മാരായ പാർട്ടി അനുഭാവികളായ ഓട്ടോക്കാരോടും ചുമട്ടുതൊഴിലാളികളോടും കൂലിക്കാരോടും പോയി കൊല്ലാനും ചാവാനും ആഹ്വാനം ചെയ്യും. അതുകൊണ്ടാണ് പല നേതാക്കളെയും കാണുമ്പോൾ നാം ചുടലമാടന്മാരെ ഓർമ്മിച്ചു പോകുന്നത്. പ്രമുഖരായ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും കണ്ണൂരുമായി ഒരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരും കൊല നിർത്തണം എന്ന് പലകുറി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദമുണ്ട്. ഇതുവരെ സമാധാന ശ്രമത്തിൽ കാണാത്ത ഒരു മുഖമുണ്ട്. ഈ ചോരക്കളി നിർത്തൂ എന്ന് ഉറപ്പിച്ചു പറയാത്ത ഒരു നാവുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. പാർട്ടി സമ്മേളനത്തിന്റെ അച്ചടക്കത്തെപ്പറ്റി ഘോരഘോരം വായിട്ടലച്ച CPM സെക്രട്ടറി പാർട്ടി അനുഭാവികളുടെ ഈ അതിക്രമത്തെപ്പറ്റി മിണ്ടാതിരിക്കുന്നു. അരിംകൊല CPMന്റെ അച്ചടക്കമാണോ? അരിംകൊല CPMന്റെ പാർട്ടി പരിപാടിയാണോ? കണ്ണൂരിന്റെ പിണറായിക്കാരനായ സ്വന്തം പിണറായി വിജയന് സ്വന്തം ജില്ലയിൽ സമാധാനം വേണ്ട എന്നുണ്ടോ?